ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് മഴക്കാലം തമ്പുരാൻ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി തരുന്ന തിരുവചനം യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം. ഇങ്ങനെ പറയുകയാണ്, നിങ്ങളെല്ലാവരും കൂടി വന്ന് കേട്ടുകൊള്ളുവിൻ. അവരിൽ ആര് ഇത് പ്രസ്താവിച്ചു? യഹോവ സ്നേഹിക്കുന്നവൻ ബാബേലിൽ അവൻ്റെ ഹിതം നിറവേറ്റും. നോക്കിക്കേ, അവിടെ പറയുന്നത് യഹോവയായ ദൈവം ആരെ സ്നേഹിക്കുന്നുവോ ആ വ്യക്തി ദൈവത്തിൻ്റെ ഹിതം ബാബേലിൽ നിറവേറ്റും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, ബാബേൽ കോട്ടയെക്കുറിച്ചൊക്കെയും നമുക്കറിയാം. ബാബേൽ കർത്താവിൻ്റെ ഹിതമനുസരിക്കാതെ ബാബേലിലെ മനുഷ്യർ ദൈവത്തെ എതിരിട്ടുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ ദൈവം അവരുടെ ഭാഷ കലക്കിയതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ബാബേലിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നത് ആരാണ്? ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ. ദൈവത്താൽ സ്നേഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം സ്നേഹിക്കും. ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ഞാൻ എപ്പോഴും പറയാറുണ്ട്. യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വചനത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതാകുന്നു, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാകുന്നു അവനോടുള്ള സ്നേഹം. അപ്പം നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുവാൻ തുടങ്ങും. അപ്പോൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തി എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ ബാബേലിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റും. ബാബേൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ബാബേല് തനിക്ക് പേരുണ്ടാക്കുവാൻ ജീവിക്കുന്നവരാണ് ബാബേൽ എന്ന് പറയുന്നത്. തനിക്ക് താൻ പേരുണ്ടാക്കുവാൻ ജീവിക്കുന്നവർ. മറ്റ് മനുഷ്യർക്ക് പേരുണ്ടാകുന്നതിനേക്കാൾ ഉപരിയായി എനിക്ക് എൻ്റെ പേരെടുക്കണം എന്നുള്ള ചിന്തയിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ ഉണ്ടാക്കി, ഞാൻ ചെയ്തു എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നവർ ബാബേലാണ്. രണ്ടാമതായിട്ട് നമുക്കവിടെ ചിന്തിക്കുവാൻ കഴിയുന്നത് ദൈവത്തെ ആരാധിക്കാൻ മനസ്സില്ലാത്തവർ ബാബേലാണ്. ദൈവത്തെ ആരാധിക്കുവാൻ മനസ്സില്ലാത്തവർ. മൂന്നാമതായിട്ട് ഗർവത്താൽ നിറഞ്ഞ് തനിക്ക് തന്നെ പ്രശസ്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ബാബേൽ. ഗർവത്തോടെ ജീവിക്കുന്നവർ, തനിക്ക് തന്നെ പ്രശസ്തി ഉണ്ടാക്കുവാൻ പരിശ്രമിക്കുന്നവർ ബാബേലാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. പിന്നെ നാലാമതായിട്ട് അവരവരുടെ പ്രയത്നത്തിൽ വിശ്വസിക്കുന്നവരാണ് ബാബേൽ. എൻ്റെ പ്രവൃത്തി ഞാൻ ചെയ്യും എന്നുള്ള ആ അഹങ്കാര മനോഭാവം, എനിക്കെല്ലാം അറിയാം എന്നുള്ള അഹങ്കാര മനോഭാവം ഉള്ളവർ ബാബേലാണ് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. അഞ്ചാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തെ അനുസരിക്കാതെ തങ്ങളുടെ അഹങ്കാരത്തിലും ഗർവത്തിലും ജീവിക്കുന്നവർ ബാബേലാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുകയില്ല, കേട്ടാലും അനുസരിക്കുകയില്ല. ഇങ്ങനെയുള്ളവർ തൻ്റെതായ ഗർവത്തിലും അഹങ്കാരത്തിലും ജീവിക്കുമ്പോൾ അവരെ ദൈവം ബാബേൽ എന്ന് വിളിക്കും. ആറാമതായിട്ട് നമുക്ക് നോക്കാം, ദൈവത്തെ അനുസരിക്കാതെ നശിച്ചു പോയവരാണ് ബാബേൽ എന്ന് പറയുന്നത്. ദൈവത്തെ അനുസരിക്കാത്തവർ നശിച്ചു പോകുന്നു. ഏഴാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ സ്വന്തം ഗർവത്തിൽ ദൈവത്തിന് എതിരായി പ്രവർത്തിക്കുന്നവർ ബാബേലാണ്. അപ്പം ദൈവഹിതമില്ലാതെ ജീവിക്കുന്ന വ്യക്തി, ദൈവഹിതമനുസരിക്കാതെ, ദൈവവചനമനുസരിക്കാതെ ജീവിക്കുന്ന വ്യക്തിയെ ബാബേൽ എന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ,
ഈ ഗർവത്തിലും ദൈവത്തെ സ്നേഹിക്കാതെയും ദൈവഹിതം നിറവേറ്റാതെയും തനിക്ക് താൻ പ്രശസ്തി ഉണ്ടാക്കി ജീവിച്ചുകൊണ്ട് പെരുമയിലും സമ്പത്തിലും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ഇടയിലൊക്കെയും ആര് പോകും? ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ ദൈവത്തെ എന്തു ചെയ്യും? ദൈവത്തിൻ്റെ ഹിതം അവരുടെ ഇടയിലും നിറവേറ്റും. ഹല്ലേലൂയ. ആ ദൈവഹിതം നിറവേറ്റുവാൻ തക്കവണ്ണം ദൈവത്തെ അനുസരിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരായി മാറുവാൻ ദൈവം തമ്പുരാൻ നമ്മെയും ഒരുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെയും എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.